ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. നമ്മളെന്ന 9ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റായ പാരലൽ ലൈൻസ് സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിലെ അൺഈക്വൽ ഡിവിഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈക്വൽ ഡിവിഷൻ ആയിരുന്നു പഠിച്ചിരുന്നത്. ഇതിപ്പോൾ അൺഈക്വൽ ഡിവിഷനാണ് പഠിക്കാൻ പോകുന്നത്. അതായത് മറ്റേതെന്ന് പറഞ്ഞാൽ എല്ലാം തുല്യമായിട്ട് ഭാഗിക്കും, ഇത് തുല്യമല്ലാതെ ഭാഗിക്കും. ഇവിടെ നോക്കിക്കേ, ഈ ചിത്രത്തിൽ നോക്കിക്കേ, 1, 2, 3 സമാന്തര വരകളാണ്, പാരലൈൻസ് ആണ് ഉള്ളത്. അപ്പൊ ഈ രണ്ട് തമ്മിലുള്ള അകലവും ഈ രണ്ട് വരകൾ തമ്മിലുള്ള അകലവും വ്യത്യാസമാണ്. ഈ അകലം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതാണ് കുറവാണെന്നും, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വരയൂടെ വരികയാണെങ്കിൽ ഈ അകലങ്ങളെല്ലാം തുല്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ അകലങ്ങൾ തുല്യമല്ലാത്തത് കൊണ്ട് ഈ സ്ലാൻഡഡ് ലൈനിന്റെ ലെങ്തും കട്ട് ചെയ്യുന്ന ഭാഗവും ഈ അകലവും തുല്യമല്ല. ദേ ആർ ഇൻ ദ റേഷ്യോ. ഇവിടെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ നീളം എത്രയായിരിക്കും? 2 ആയിരിക്കില്ല, അതിൽ കൂടുതലായിരിക്കും. ഈ അകലം 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ അകലം കട്ട് ചെയ്യുന്ന ലെങ്ത് എന്തായിരിക്കും? 3-ൽ കൂടുതലായിരിക്കും. സോ ഡിവൈഡ്സ് ഇൻ ദ റേഷ്യോ. ഇവിടെ 2ഉം 3ഉം ആയതുകൊണ്ട് ഇവിടെ ദേ ഡിവൈഡ്സ് ഇൻ ദ റേഷ്യോ 2:3. ഉദാഹരണത്തിന് ഇത് 4 സെന്റിമീറ്റർ ആണ് വരുന്നതെങ്കിൽ ഈ അകലം എത്രയായിരിക്കും? ദേ ആർ ഇൻ ദ റേഷ്യോ 2/3 ഈക്വൽസ് 4 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ഇടാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. എന്താണ് 4 × 3 12 ഈക്വൽസ് 2 × ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് എന്താ കിട്ടും? 12/2, അതായത് 6 എന്ന് കിട്ടും. ഈ അകലം 6 സെന്റിമീറ്റർ ആണെന്ന് കിട്ടും. ഇവിടെ 2 ആയപ്പോൾ അതിൻ്റെ 1.5 മടങ്ങാണ് 3. ഇവിടെ 4 ആകുമ്പോൾ അതിൻ്റെ 1.5 മടങ്ങാണ് 6. അപ്പം ദേ ആർ ഇൻ ദ റേഷ്യോ 2:3. അപ്പോൾ റേഷ്യോയിലാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സെയിം 2:3 ആണെങ്കിൽ ദിസ് ഈസ് 2:3 ഈസ് ഈക്വൽ ടു 4:6. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് തന്നെ നമുക്ക് കിട്ടും, ചെറുതാക്കുമ്പോൾ ഇത് തന്നെ നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ചിത്രത്തിൽ നോക്കിക്കേ, 3 പാരലൽ ലൈൻസ്. ഇത് 2 സ്ലാൻഡഡ് ലൈനാണ്. അപ്പം ഈ പാരലൽ ലൈനും അതുപോലെയുള്ള റേഷ്യോയിലാണോ കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഇതിൻ്റെ ലെങ്ത്, ഈ ലെങ്ത് ഞാൻ എ എന്നും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ബി എന്നും കൊടുക്കുകയാണ്. അതുപോലെ ഇപ്പുറത്ത് ഈ ലെങ്ത് പിയും ഈ ലെങ്ത് ക്യൂം എന്ന് കൊടുത്താൽ എന്താണ്? there are 3 horizontal parallel lines which are parallel and 2 slanted lines which cut the 3 parallel lines. അപ്പം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ what about the ratio A:B? A:B-യും P:Q-യും in the same ratio, they are in the same ratio ആയിരിക്കും. അപ്പം ഇത് 2 സ്ലാൻഡഡ് ലൈൻ ആണ്. ഈ അകലങ്ങൾ എത്ര തന്നെ ആയിക്കോട്ടെ, ഈ ചരിഞ്ഞുള്ള വരകൾ തമ്മിലുള്ള അകലം എന്ത് തന്നെയായിരിക്കും? റേഷ്യോയിലായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന റേഷ്യോ എന്താണ്? A:B is equal to P:Q, or you can write A/B equals P/Q എന്ന് എഴുതാം. A:B equals P:Q or A/B equals P/Q എന്ന് കിട്ടും. Now we have to check. First change the ratio length of the length to the ratio of areas. ഇനി ഈ ലെങ്ത് മാറ്റി നമ്മൾ ഏരിയയിലേക്ക് റേഷ്യോ ആക്കിയാലോ? ഈ ചിത്രം നോക്കിയേ, 3 parallel lines, 2 slanted lines, this triangle. Let it be A and this B. See, what about the area of this triangle and area of this triangle B? B എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻ, A എന്ന് പറയുമ്പോൾ ഈ പോർഷൻ. അപ്പോൾ ഈ 2 ട്രയാങ്കിളും പാരലലിൻ്റെ 2ൻ്റെയും ഇടയിലാണ്.
അപ്പം നമുക്ക് ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ ഏതിന് പ്രൊപ്പോർഷണലായിട്ടും ഏതിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും? ഈ രണ്ട് ലെങ്തിൻ്റെയും റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പം A/B ഈക്വൽസ് A/B. ഇതെന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ A by area of triangle B is equal to A/B. This length divided by this length is equal to area of this triangle by area of this triangle. Area of A/B equals A/B. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അതുപോലെ ട്രയാങ്കിൾ വരച്ചാലോ? ഇതുപോലെ നമുക്ക് ഇവിടെയും രണ്ട് ട്രയാങ്കിൾ വരയ്ക്കാം. ഇതിന് അപ്പോഴും നമ്മുടെ ചിത്രത്തിൽ ഇതിന് P എന്നും ക്യാപിറ്റൽ P എന്നും ഇതിനെ ക്യാപിറ്റൽ Q എന്നും പുറത്തുള്ളതിന് ക്യാപിറ്റൽ Q എന്നും കൊടുത്താൽ P/Q ഈക്വൽസ് ക്യാപിറ്റൽ P by ക്യാപിറ്റൽ Q. ഇത് രണ്ട് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ by area of this triangle Q. Area of triangle P by area of triangle Q is equal to length of this, that is P/Q. അപ്പം നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലായി? റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ദ പോർഷൻസ് that is cut by the transversal is equal to the area of the triangle. അപ്പം ട്രയാങ്കിളിൻ്റെ ഏരിയയും ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്ത ലെങ്തിൻ്റെ നീളവും പ്രൊപ്പോർഷണൽ. ദേ ആർ ഇൻ ദ സെയിം റേഷ്യോ. മനസ്സിലായോ? A/B ഈക്വൽസ് ഇവിടാണ് നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിൾ A/B. ദാറ്റ് ഈസ് ഇപ്പുറത്തെ ഒരു ട്രയാങ്കിൾ രണ്ട് ട്രയാങ്കിൾ വരച്ചപ്പോഴോ P/Q ഈക്വൽസ് P/Q. അങ്ങനെ കിട്ടി. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? A/B ഈക്വൽസ് P/Q എന്ന് തന്നെ തിരിച്ച് കിട്ടും. A/B ഈക്വൽസ് A/B, that is area of A by area of B is equal to side A by side B. Area of triangle P by area of triangle Q is equal to side length P by side length Q. അപ്പോൾ ഇതേ നമുക്ക് എന്തെഴുതാം? A/B ഈക്വൽസ് ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് A/B ഈക്വൽസ് P/Q എന്ന് കിട്ടും. അപ്പോൾ അപ്പുറം ഇപ്പോഴും നമ്മൾ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഈ ട്രയാങ്കിൾ എല്ലാം എന്തിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്? ദേ ലൈ ബിറ്റ്വീൻ പാരലൽ ലൈൻസ്. അപ്പോൾ ഇതേ നമുക്ക് വേറൊരു കാര്യം കൂടെ വ്യക്തമാണ്. എന്താണ്? 3 or more parallel lines cut any 2 lines in the same ratio. 3 അതിലധികമോ 3 ലൈൻ വേണമല്ലോ, പോർഷൻസ് 2 പോർഷൻ വേണമെങ്കിൽ 3 ലൈൻ വേണം. 3 or more parallel lines cut any 2 other lines. These are slanted lines. We are mentioning the slanted lines. 3 or more parallel lines cut any 2 lines in the same ratio. മനസ്സിലായല്ലോ? A/B എന്ന റേഷ്യോയും P/Q എന്ന റേഷ്യോയും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. ട്രയാങ്കിളിൻ്റെ ഏരിയ എടുത്ത് ചെയ്തപ്പോഴും നമുക്ക് അത് ഈക്വൽ ആയിട്ട് വന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അതുപോലെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അൺഈക്വൽ ഡിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് നമുക്കൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് നമ്മൾ നേരത്തെ കാണിച്ച എന്താണ് പാരലൈനെ ബേസ് ചെയ്തുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് പഠിച്ചു വെച്ചിരിക്കാനുള്ള. 3 or more parallel lines cut any 2 lines in the same ratio. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. A/B ഈക്വൽസ് P/Q. A/B ഈക്വൽസ് P/Q. ഇനി ചോദ്യം ചെയ്യാം. ഇതാണ് നമ്മുടെ ചോദ്യം. ഹൗ ടു ഡിവൈഡ് 8 cm ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 1:2. നേരത്തെ വരച്ച് നമ്മൾ ഈക്വൽ ആയിരുന്നു, ഇത് അൺഈക്വൽ ആയെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഹൗ ടു ഡിവൈഡ് ആൻ 8 cm ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 1:2. 8 cm നീളമുള്ള ഒരു ലൈനിനെ 1:2 എന്ന റേഷ്യോയിൽ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം? 1:2 എന്ന് പറയുമ്പോൾ 1 + 2 3. 3 ഒരു ഭാഗവും 2 ഭാഗവും, അങ്ങനെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യം നമുക്ക് 8 cm ലോങ് ലൈൻ വരയ്ക്കാം. ഓക്കെ, 8 cm നീളമുള്ള
ഒരു വര വരയ്ക്കുക. ഇനി എന്തായിട്ടുണ്ട്, ചെറിയൊരു ആംഗിൾ എടുക്കണം അല്ലേ. ആ ആംഗിൾ നമുക്ക് 2, 1 2 1 3 അല്ലേ. അപ്പോൾ അതായത് 1 + 2 1:2 എന്ന് പറയുമ്പോൾ 3. അപ്പോൾ 3ൻ്റെ ഗുണിതങ്ങൾ നമുക്ക് എടുത്ത് വരയ്ക്കാം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ എടുക്കാം, അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ എടുക്കാം. 3 ആകുമ്പോൾ തീരെ ചെറുതാകും, അതുകൊണ്ട് 6 സെൻറ്റിമീറ്ററാണ് എടുക്കാൻ പോകുന്നത്. ആറ് സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് 2 സെൻറ്റിമീറ്ററിൽ 2 സെൻറ്റിമീറ്റർ, പിന്നെ 4 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ ഒരു കുത്തിടുക, പിന്നെ 6 സെൻറ്റിമീറ്റർ. അപ്പം 2:4 ചെറുതാക്കുമ്പോൾ 1:2 വരും. അവസാന എൻഡ് യോജിപ്പിക്കുക. ഇനി സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ചിട്ട് കഴിഞ്ഞ എക്സസൈസിൽ ചെയ്ത പോലെ, നേരത്തെ എക്സസൈസിൽ സ്കെയിൽ ഞാൻ മുകളിലാണ് വെച്ചത്, നമുക്ക് താഴെ വെച്ചും വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടും വരയ്ക്കാം. മനസ്സിലായോ? ഞാൻ നേരത്തെ മുകളിലായിരുന്നു വെച്ചിരുന്നത്, താഴെ വെച്ചും ചെയ്യാം. താഴെ വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ നീക്കി കൊണ്ടുപോവുക. അവിടെ നമുക്ക് പോയിൻ്റ് എത്തി, അവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടി? 2:4. ഇത് 2 ഭാഗം, ഇത് 4 ഭാഗം. 6 സെൻറ്റിമീറ്റർ നീളം. ഇവിടെ ലൈന് 8 സെൻറ്റിമീറ്റർ. ഇത് 2, ഇത് 4. 2:4 എന്ന ഭാഗത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ.